നമസ്കാരം. കോൺഗ്രസിന്റെ എറണാകുളം ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ അഴിക്കുള്ളിലാക്കി അടങ്ങുമെന്ന വാശിയോടെ പിന്നാലെ പാഞ്ഞ പോലീസിന് ഇനി വിശ്രമിക്കാം. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ അസാധാരണ നീക്കങ്ങളാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒന്നിനു പിറകെ മറ്റൊന്നായി 4 കേസുകളാണ് ഷിയാസിനെതിരെ ചുമത്തിയത്. ഈ കേസിൽ 3 കേസിൽ ജാമ്യം ലഭിക്കുകയും 1 കേസിൽ കോടതി അറസ്റ്റ് തടയുകയുമുണ്ടായി. 4ാമത്തെ കേസിലും ഷിയാസിന് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതോടെ കേസിൽ നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് DCC അധ്യക്ഷന് പോലീസ് നോട്ടീസ് നൽകി. മൂവാറ്റുപുഴ ഡിവൈഎസ്പി AJ തോമസിനെ ആക്രമിച്ചത് കാണിച്ചാണ് 4ാമത്തെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നത്. മറ്റു കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വീണ്ടും നീക്കമുണ്ടായത്. നേരത്തെ പൊതുമുതൽ തകർത്ത കേസിൽ മാർച്ച് 15 വരെ ഷിയാസിനെ അറസ്റ്റ് ചെയ്യരുതെന്നാണ് ജസ്റ്റിസ് CS ഡൈസന്റെ ബെഞ്ച് ഉത്തരവിട്ടത്. ഷിയാസ് നൽകിയ ഹർജി പരിഗണിച്ചാണിത്. കേസിൽ കോടതി സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു. ഷിയാസിനെതിരായ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിന് പിന്നാലെയാണ് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത്. നേര്യമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചതിനെ തുടർന്നായിരുന്നു കോതമംഗലത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇവർക്ക് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. ജാമ്യം നേടി പുറത്തു വന്ന ഉടൻ DYSPയെ ആക്രമിച്ച കേസിൽ ഷിയാസിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമം നടത്തി. എന്നാൽ ഷിയാസ് കോടതി സമുച്ചയത്തിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നേരത്തെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം കടത്തിയെന്ന കേസിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ജാമ്യം ലഭിച്ചിരുന്നു. കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഉപാധികളോടെയായിരുന്നു ജാമ്യം അനുവദിച്ചിരുന്നത്. അന്വേഷണവുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അരങ്ങേറിയത് അതിരുവിട്ട രാഷ്ട്രീയ പ്രതിഷേധമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ജോലി തടസ്സപ്പെട്ടു. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകുന്നതെന്നും കോടതി വ്യക്തമാക്കി. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയെ സമീപിക്കാം. പ്രതികൾ സംസ്ഥാനം വിട്ട് പോകരുതെന്നും നിബന്ധനയുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ 50,000 രൂപയുടെ ആൾജാമ്യം നൽകണം. കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ടതിന് പിന്നാലെ കോതമംഗലത്ത് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടതാണ് കേസ്. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി നാട്ടുകാരും UDF നേതാക്കളും നടത്തിയ പ്രതിഷേധം വാക്കേറ്റത്തിൽ കലാശിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾ മോർച്ചറിയിലേക്ക് അതിക്രമിച്ചു കയറി ഇന്ദിരയുടെ മൃതദേഹം ബലമായി പുറത്തേക്ക് കൊണ്ടുപോയെന്നായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പ്രതികൾ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എതിർത്ത ആരോഗ്യ പ്രവർത്തകരെ തടയുകയും ആശുപത്രി ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തതായും റിപ്പോർട്ടിലുണ്ടായിരുന്നു. നേരത്തെ തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്ത കുഴൽനാടനും ഷിയാസിനും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. ഇന്നലെ ഇവരുടെ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകിയ ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത്. ജാമ്യം ലഭിച്ച ഉത്തരവിൽ ഷിയാസ് ഒപ്പിട്ടിരുന്നില്ല. 4 മണി വരെ കോടതിയിൽ തുടരാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ ഇതിനുശേഷം പുറത്തിറങ്ങിയാലും അറസ്റ്റ് ചെയ്യാൻ തന്നെയായിരുന്നു പോലീസിന്റെ നീക്കം. മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാൽ അറിയാവുന്ന 30 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ആശുപത്രിയിൽ ആക്രമണം, മൃതദേഹത്തോട് അനാദരവ് അടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, ഷിബു തെക്കുംപുറം എന്നിവരെയും പ്രതി ചേർത്തിരുന്നു. മാത്യു കുഴൽനാടനാണ് കേസിൽ 1ാം പ്രതി. തിങ്കളാഴ്ചയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി മുണ്ടോകണ്ടത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടത്. തുടർന്ന് മൃതദേഹവുമായി കോതമംഗലത്ത് അരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയിരുന്നു. ഇന്ദിരയുടെ മൃതദേഹം ഉൾപ്പെടുന്ന മൊബൈൽ ഫ്രീസർ റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയാണ് ആംബുലൻസിൽ കയറ്റിയത്. രാത്രി വൈകി വീണ്ടും ബലപ്രയോഗം നടത്തിയ പോലീസ് മാത്യു കുഴൽനാടൻ MLA DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. സമരപ്പന്തലിലുണ്ടായിരുന്ന മുഹമ്മദ് ഷിയാസ് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് സമരപ്പന്തലിലുണ്ടായിരുന്ന മാത്യു കുഴൽനാടനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.